മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസു റിമാൻഡിൽ മാവോവാദികളുടെ മൃതദേഹം സൂക്ഷിച്ച മോർച്ചറിക്ക് മുന്നിൽ സംഘം ചേർന്ന കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഗ്രോ വാസുവിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സ്വന്തം ജാമ്യം അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതിനാലാണ് കോടതി റിമാൻഡ് ചെയ്തത്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഇത് 2016 നടന്ന സംഭവം, അതിൽ ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് എത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? എൽദോ 2016 മാവോയിസ്റ്റുകളുടെ കൊലപാതകവും അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് അത് ഏറ്റുമുട്ടൽ കൊലപാതകമാണ് എന്ന്, അല്ലെങ്കിൽ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടുള്ള വധമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നത്. അന്ന് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ സംഘം ചേർന്ന് ഈ മൃതദേഹം കൊണ്ടുവരുമ്പോൾ അവർ നിലയുറപ്പിക്കുകയും ഒപ്പം മാർഗതടസ്സം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു എന്ന കേസായിരുന്നു രജിസ്റ്റർ ചെയ്തത്. അന്ന് ആ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായില്ല. പിന്നീട് ഈ LP കേസുകൾ ലോങ് പെൻഡിങ്, അതായത് ദീർഘനാളുകളായി ഈ നടപടിക്രമങ്ങൾ വൈകുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ നടത്തുന്ന പതിവ് സ്റ്റേഷനുകളുണ്ട്. അത്തരത്തിൽ ഈ റിവ്യൂ നടത്തിയ ആ സമയത്താണ് ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗ്രോ വാസുവിനെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കസ്റ്റഡിയിലെത്തിയ ശേഷം കുന്ദമംഗലം കോടതിയിൽ എത്തിച്ചപ്പോൾ ഗ്രോ വാസു സ്വന്തം നിലയിൽ ജാമ്യത്തിൽ പോകാൻ തയ്യാറായില്ല. മജിസ്ട്രേറ്റ് സ്വന്തം ജാമ്യത്തിൽ വിട്ടെങ്കിലും രേഖകളിൽ ഒപ്പുവെക്കാനും മറ്റ് നടപടിക്രമങ്ങൾ സമ്മതിക്കാനും ഒപ്പം കുറ്റം സമ്മതിക്കാനും ഗ്രോ വാസു സമ്മതിച്ചില്ല. മാവോയിസ്റ്റ് വേട്ട നടത്തിയ ഭരണകൂടമാണ് തെറ്റെയ്തത്, താനല്ല സ്വാഭാവികമായി ജാമ്യം എടുക്കേണ്ടതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിനുശേഷം വലിയ നാടകീയ രംഗങ്ങൾ തന്നെ കോടതിയിൽ ഉണ്ടാവുകയും ചെയ്തു. ഗ്രോ വാസുവിൻ്റെ സുഹൃത്തുക്കളും മുൻകാല സഹപ്രവർത്തകരും അടക്കമുള്ള ആളുകളൊക്കെ എത്തി. ഈ മോയിൻ ബാബു അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഗ്രോ വാസുവുമായി ചർച്ച നടത്തിയെങ്കിലും ജാമ്യം എടുക്കാൻ ഗ്രോ വാസു തയ്യാറായില്ല. താൻ തെറ്റുകാരനല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് കോടതി രേഖകളിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചതോടുകൂടി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. 94 വയസ്സുള്ള ആളാണ് ഗ്രോ വാസു. ഇത്തരത്തിൽ നേരത്തെയാണ് ആ സംഭവം നടന്നതെങ്കിലും ആ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ അത് നടക്കാത്ത സാഹചര്യത്തിലാണ് പിന്നീട് അത് ഒരു ലോങ് പെൻഡിങ് കേസായി മാറുകയും, എന്നാൽ തൻ്റെ നിലപാടിൽ ഗ്രോ വാസു ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതിനാൽ, അല്ലെങ്കിൽ താൻ ചെയ്ത ഒരു കുറ്റകൃത്യമായി കരുതുന്നില്ലാത്തതിനാൽ തനിക്ക് ജാമ്യം എടുക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം ഉറച്ചു നിന്നത്. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ഗ്രോ വാസുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.